പ്ലസ് വണ്ണിലെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ ഡയഗ്രംസ് ആൻഡ് ഗ്രാഫിനെ കുറിച്ച് പഠിക്കാം. 3ാമത്തെ ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷനിൽ നിങ്ങൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യാനും അതിനെ ടേബിൾ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സഹായം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഡാറ്റയെ വളരെ സിമ്പിളായിട്ട് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുന്ന തരത്തിൽ എളുപ്പമാക്കാൻ ക്ലാസിഫിക്കേഷനും ടാബുലേഷനും നമ്മെ സഹായിക്കുന്നു. ഈ അധ്യായത്തിൽ നമ്മൾ ഡാറ്റയെ ചിത്രത്തിൻ്റെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുന്നു. ടാബുലേഷനും ക്ലാസിഫിക്കേഷനും ചെയ്തതുപോലെ തന്നെയാണ്. ഇത് ഡാറ്റയുടെ കോംപ്ലക്സ് സ്വഭാവം മാറ്റി ഡേറ്റയെ സിമ്പിളാക്കി മാറ്റുന്നു. ഡാറ്റയെ ഇങ്ങനെ ചിത്രത്തിൻ്റെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ഡയഗ്രംസ് ആൻഡ് ഗ്രാഫ്. ഇറ്റ് ഗീവ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ ഡാറ്റ. ഡാറ്റയുടെ ഒരു വ്യക്തമായ സ്വഭാവം നമുക്ക് ഇത് കാണിച്ചു തരുന്നു. സെക്കൻഡ് പോയിൻറ്റ്, വി ക്യാൻ മേക്ക് കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് സാമ്പിൾസ് വെരി ഈസിലി. രണ്ട് വ്യത്യസ്ത സാമ്പിളുകൾ തമ്മിലുള്ള കമ്പാരിസൺ സ്റ്റഡിയെ ഇത് വളരെയധികം സഹായിക്കുന്നു. തേർഡ്, ദിസ് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ് യൂണിവേഴ്സലി അറ്റ് എനി പ്ലേസ് ആൻഡ് അറ്റ് എനി ടൈം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ഏതൊരു സബ്ജക്റ്റ് ആയാലും, അത് ഫിസിക്സ് ആയിക്കൊള്ളട്ടെ, കെമിസ്ട്രി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എൻജിനീയറിംഗ് മേഖലയിലും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലും ഒക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാണാവുന്നതാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഈസ് മോർ അട്രാക്റ്റീവ് ആൻഡ് ഇംപ്രസീവ്. ഇത് വളരെ ഇംപ്രസീവുമാണ്. ഇതൊക്കെയാണ് ഡാറ്റയെ ചിത്രത്തിൻ്റെ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗമായിട്ട് പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് വില്യം ഹെൻറി പ്ലേഫെയർ എന്ന സ്റ്റാറ്റിസ്റ്റിഷ്യനാണ്. ഇദ്ദേഹം ഒരു എക്കണോമിക്സ്റ്റ് കൂടിയാണ്. ഇദ്ദേഹം എക്കണോമിക് ഡേറ്റയെ ചിത്രത്തിൻ്റെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്തു. ഇദ്ദേഹമാണ് ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്, സർക്കിൾ ഗ്രാഫ്, പൈ ചാർട്ട് എന്നിവ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യമായി നമുക്ക് ഡയഗ്രത്തിനെ കുറിച്ച് നോക്കാം. ഡയഗ്രത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ആദ്യമായി നമുക്ക് ബാർ ഡയഗ്രത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. ബാർ ഡയഗ്രത്തെ പിന്നെയും 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, അല്ലെങ്കിൽ അതിനെ കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എന്നും വിളിക്കാം. ലാസ്റ്റ് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. ആദ്യമായി നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം കൺസിഡർ ചെയ്യാം. സിമ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഒരൊറ്റ വേരിയബിളിനെ മാത്രമേ ഒരു സമയം പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ, ചിത്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ ഒരേ വീതിയിലുള്ള ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ബാറുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതുപയോഗിച്ച് ക്വാളിറ്റേറ്റീവ് ഡേറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റേറ്റീവ് ഡേറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും എന്താണെന്ന് നിങ്ങൾ മുന്നേ മനസ്സിലാക്കിയതാണ്. അടുത്ത് നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ സെയിൽസ് ഓഫ് എ കമ്പനി ഫോർ 5 years. റെപ്രസെൻറ്റ് ദ ഡേറ്റ ബൈ എ സിമ്പിൾ ബാർ ഡയഗ്രാം. ഇവിടെ ഒരു കമ്പനിയുടെ 5 വർഷത്തെ സെയിൽസാണ് തന്നിരിക്കുന്നത്, 2005 മുതൽ 2009 വരെയുള്ള വർഷങ്ങളിലെ. ഇവിടെ സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്നതിനായി ഹൊറിസോണ്ടൽ ലൈനിൽ ഇയറും വെർട്ടിക്കൽ ലൈനിൽ സെയിൽസും എടുക്കാം. ഹൊറിസോണ്ടൽ ലൈനിൽ 2005, 2006, 2007, 2008, 2009 എന്നീ ഇയറുകൾ ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ നമുക്ക് രേഖപ്പെടുത്താം. സെയിൽസ് എന്ന വേരിയബിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ മാക്സിമം വാല്യൂ 70യും മിനിമം വാല്യൂ 40യുമാണ്. അപ്പോൾ മാക്സിമം വാല്യൂ 70 വരെ പോകണം. മാക്സിമം വാല്യൂ 70 ആണ്. അതുകൊണ്ട് നമുക്ക് 10ഓ 5ഓ ഇൻ്റർവെല്ലിൽ വെർട്ടിക്കൽ ലൈൻ കൺസിഡർ ചെയ്യാം. ആദ്യം 2005 നേരെ ഉള്ള ബാർ വരയ്ക്കാം. അതിൻ്റെ ലെന്ത് 70 വരെ പോകണം. നെക്സ്റ്റ് 2006, അതിൻ്റെ വാല്യൂ 60 ആണ്. അപ്പോൾ 60 വരെ നമുക്ക് ലെന്ത് എടുത്ത് ഒരു ബാർ അവിടെ വരയ്ക്കുന്നു. അതിനുശേഷം അതുപോലെ തന്നെ ബാക്കി ഇയറുകളും കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതായി മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ
നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസിനെ ഒരേ സമയം രേഖപ്പെടുത്താനായി സാധിക്കും. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ ഒരു സെറ്റ് വേരിയബിളിനെ മറ്റ് സെറ്റിൽ നിന്നും തിരിച്ചറിയാനായി വ്യത്യസ്തമായ പാറ്റേണുകളോ നിറങ്ങളോ ഉപയോഗിക്കാം. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോളോയിങ് ടേബിൾ ഗീവ്സ് സെയിൽസ് ഓഫ് ബസ് ആൻഡ് ട്രക്ക് ഓഫ് എ കമ്പനി ഫോർ 5 years. റെപ്രസെൻറ്റ് ദ ഡേറ്റ ബൈ എ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. 2005 മുതൽ 2009 വരെ ഒരു കമ്പനിയുടെ ബസ്സും ട്രക്കും സെയിലായ ഡേറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വച്ചിട്ട് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു വേരിയബിളേ ഉണ്ടായിരുന്നു, സെയിൽസ് എന്ന മാത്രം ഒരു വേരിയബിൾ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ 2 വേരിയബിൾ നമുക്കുണ്ട്, അതായത് സെയിൽസ് ഓഫ് ബസ് ആൻഡ് സെയിൽസ് ഓഫ് ട്രക്ക്. 2005 നേരെ ബസ്സിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് 50യും ട്രക്കിൻ്റെ സെയിൽ 40യുമാണ്. അപ്പോൾ ഇത് വരയ്ക്കാനായി സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ വരച്ചതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈനും വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈനും കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം ഹൊറിസോണ്ടൽ ലൈനിൽ ഇയറും വെർട്ടിക്കൽ ലൈനിൽ സെയിൽസും എടുക്കുന്നു. 2005 എന്ന ഇയറിന് നേരെ ബസ്സിൻ്റെ സെയിൽസ് 50 ആണ്. അപ്പോൾ 50 വരെ ഹൈറ്റിൽ നമ്മൾ ഒരു നിശ്ചിത വിഡ്ത്തിൽ ഒരു ബാർ വരയ്ക്കുന്നു. അതേ വിഡ്ത്തിൽ തന്നെ 40 വരെയുള്ള ഹൈറ്റിൽ തൊട്ടടുത്ത വേറൊരു ബാർ വരയ്ക്കുന്നു. അത് ട്രക്കിൻ്റെ സെയിൽസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ 2 വേരിയബിളാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ആ വേരിയബിൾസിനെ തമ്മിൽ വേർതിരിച്ചറിയാനായി നിങ്ങൾക്ക് പ്രത്യേക കളറുകളോ അല്ലെങ്കിൽ പ്രത്യേക പാറ്റേണുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ 2006ഉം 7ഉം 8ഉം 9 എന്നീ ഇയറുകളും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം അല്ലെങ്കിൽ കമ്പോണൻറ്റ് ബാർ ഡയഗ്രം. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം നമ്മൾ ഉപയോഗിക്കുന്നത് ടോട്ടൽ മാഗ്നിറ്റ്യൂഡിനെ പല കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. കമ്പോണൻറ്റ് ബാർ ഡയഗ്രത്തിൽ നമ്മൾ ആദ്യം ആ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കുന്നു. അതിനുശേഷം അതിനെ കമ്പോണൻസിൻ്റെ വാല്യൂ അനുസരിച്ച് പല പാർട്സ് അല്ലെങ്കിൽ ഡിവിഷനാക്കി മാറ്റുന്നു. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം വരയ്ക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോളോയിങ് ടേബിൾ ഗീവ്സ് സെയിൽസ് ഓഫ് ബസ്സസ്, ട്രക്ക് ആൻഡ് കാർ ഓഫ് എ കമ്പനി ഫോർ 5 years. റെപ്രസെൻറ്റ് ദ ഡേറ്റ ബൈ എ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിന് മറ്റൊരു പേരിലും പറയാം കമ്പോണൻറ്റ് ബാർ ഡയഗ്രം. ഇവിടെയും 2005 മുതൽ 2009 വരെയുള്ള ഡേറ്റകളാണ് തന്നിരിക്കുന്നത്. ഇതിനെ ഒരു സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 വെഹിക്കിളിൻ്റെ സെയിൽസാണ് പറഞ്ഞിരിക്കുന്നത്, ബസ്സും ട്രക്കും കാറും. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിൽ ടോട്ടൽ മാഗ്നിറ്റ്യൂഡിനെ പല ഡിവിഷൻസ് അല്ലെങ്കിൽ പാർട്ടാക്കി മാറ്റുന്നു. അപ്പോൾ നമുക്കിവിടെ 2005ൻ്റെ ടോട്ടൽ കാണണം. അതിൻ്റെ പല പാർട്ടാണ് ബസ്സിൻ്റെ സെയിൽ, ട്രക്കിൻ്റെ സെയിൽസ്, കാറിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വർഷത്തെയും ടോട്ടൽ കണ്ടുപിടിക്കുന്നു. അതുപയോഗിച്ച് ആ ടോട്ടൽ ഉപയോഗിച്ച് നമ്മൾ ഒരു സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കുന്നു. അതിനുശേഷം അതിനെ ഈ തന്നിരിക്കുന്ന സെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ പല പാർട്ട് 3 പാർട്ടാക്കി മാറ്റുന്നു. ഒരു പാർട്ട് ബസ്സിൻ്റെ സെയിൽസിനെയും മറ്റൊരു പാർട്ട് ട്രക്കിൻ്റെ സെയിൽസിനെയും വേറൊരു പാർട്ട് തേർഡ് പാർട്ട് കാറിൻ്റെ സെയിൽസിനെയും സൂചിപ്പിക്കുന്നു. 2005ൻ്റെ ടോട്ടലായിട്ട് വരുന്നത് 150 ആണ്. അപ്പോൾ ഇവിടെ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം വരയ്ക്കുന്നതിനായി നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രത്തിലും മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിലും ചെയ്തതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈനുകൾ വരയ്ക്കുന്നു. ഹൊറിസോണ്ടൽ ലൈനിൽ ഇയറും വെർട്ടിക്കൽ ലൈനിൽ സെയിൽസും എടുക്കുന്നു. 2005 ഇയറിന് നേരെ നമ്മൾ ഒരു വിഡ്ത്തിൽ, ഒരു നിശ്ചിത വിഡ്ത്തിൽ ഒരു ബാർ വരയ്ക്കുന്നു. അതിൻ്റെ ഹൈറ്റ് 150 വരെ വരുന്നു. അതിനുശേഷം അതിനെ 3 പാർട്ടാക്കുന്നു. 50, ദെൻ 40 വാല്യൂ ഉള്ള 40 ലെന്തുള്ള ഒരു പാർട്ടും 60 ലെന്തുള്ള മറ്റൊരു പാർട്ടുമാക്കുന്നു. അതുപോലെ തന്നെ 2006ഉം 2007 ബാക്കി ഇയറിലും നമ്മൾ ചെയ്യുന്നു. നെക്സ്റ്റ്, പെർസെൻറ്റേജ് ബാർ ഡയഗ്രം. പെർസെൻറ്റേജ് ബാർ ഡയഗ്രം എന്ന് പറയുന്നത് കമ്പോണൻറ്റ് ബാർ ഡയഗ്രത്തിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. അടുത്ത് പെർസെൻറ്റേജ് ബാർ ഡയഗ്രം വരയ്ക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ സെയിൽസ് ഓഫ് ബസ്സസ്,
truck and car of a company for 5 years. Represent the data by a percentage bar diagram. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ പെർസെൻറ്റേജ് ബാർ ഡയഗ്രത്തിലും ചെയ്യുന്നത്. ടോട്ടൽ ലെന്ത്, ഓരോ ബാറിൻ്റെയും ടോട്ടൽ ലെന്ത് 100% വരെ വന്ന് നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ അതിനെ കറസ്പോണ്ടിങ് വാല്യൂസിൻ്റെ പെർസെൻറ്റേജായി അതിൻ്റെ ആനുപാതികമായിട്ട് ഓരോ ബാറിനെയും ഡിവൈഡ് ചെയ്യുന്നു. പെർസെൻറ്റേജ് ബാർ ഡയഗ്രം വരയ്ക്കുന്നതിനായി ഹൊറിസോണ്ടൽ ലൈനിൽ ഇയറും വെർട്ടിക്കൽ ലൈനിൽ സെയിൽസും എടുക്കുന്നു. 2005 എന്ന ഇയർ കൺസിഡർ ചെയ്യാം. ടോട്ടൽ 150 ആണ് വാല്യൂ വരുന്നത്. ടോട്ടലിൻ്റെ ആനുപാതികത്തിൽ ഓരോ വേരിയബിളിനെയും എക്സ്പ്രസ് ചെയ്യുന്നു. ബസ് 2005-ൽ ബസ്സിൻ്റെ പെർസെൻറ്റേജ് 33.3ഉം ട്രക്കിൻ്റെത് 26.6ഉം കാറിൻ്റെത് 40%ഉമാണ് വരുന്നത്. ആ ടോട്ടൽ ബാറിനെ 100% വരെയുള്ള ആ ടോട്ടൽ ബാറിനെ ഈ വിലയുടെ അടിസ്ഥാനത്തിൽ 3 പാർട്ടാക്കി മാറ്റുന്നു. ഇതുപോലെ തന്നെ ബാക്കി ഇയറിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം വരയ്ക്കാം. നെക്സ്റ്റ് പൈ ഡയഗ്രാം. പൈ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഡയഗ്രമാണ്. പൈ ഡയഗ്രത്തിൽ ഓരോ വേരിയബിളിനെയും ഓരോ സെക്ടർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ വേരിയബിളിൻ്റെ വാല്യൂവിന് പ്രൊപ്പോർഷണലായിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് സർക്കിളിൻ്റെ മൊത്തം ഏരിയയ്ക്കും പ്രൊപ്പോർഷണലായിരിക്കും. നിങ്ങൾക്കറിയാം ഒരു സർക്കിളിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സെക്ടർ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഒരു പാർട്ടാണ്. ആ സെക്ടറിനെ മറ്റ് വേരിയബിളിൽ നിന്നും, ഒരു വേരിയബിളിനെ മറ്റു വേരിയബിളിൽ നിന്നും തിരിച്ചറിയുന്നതിന് വേണ്ടി വ്യത്യസ്തമായ പാറ്റേണുകളോ അല്ലെങ്കിൽ നിറങ്ങളോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ സെക്ടർ വരയ്ക്കുന്നതിനായി അതിൻ്റെ ആംഗിൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിൾ കണ്ടുപിടിക്കുന്നതിനായി നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഈക്വൽ ടു ഐറ്റം ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 360 എന്നുള്ളതാണ്. ഓരോ വേരിയബിളിൻ്റെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയെ അതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി ഉണ്ട്, അതായത് എത്ര വേരിയബിൾ ഉണ്ടോ ആ വേരിയബിളിൻ്റെ എല്ലാത്തിനെയും ഫ്രീക്വൻസിയെ ആഡ് ചെയ്തെടുക്കുന്ന ആ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം ഇൻറ്റു 360. 360 എന്ന് പറയുന്നത് സർക്കിളിൻ്റെ മൊത്തം ആംഗിളാണ്. ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓരോ വേരിയബിളിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ. ഇങ്ങനെ ആംഗിൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഓരോ സെക്ടറും വരയ്ക്കാം. അതിനനുസരിച്ച് പൈ ഡയഗ്രാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പൈ ഡയഗ്രാം വരയ്ക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഫോളോയിങ് ടേബിൾ ഗീവ്സ് the sales of a company for 5 years. Represent the data by a pie diagram. ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് പൈ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. ക്വസ്റ്റ്യൻ 2005 മുതൽ 2009 വരെയുള്ള വർഷങ്ങളിലെ സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പൈ ഡയഗ്രാം വരയ്ക്കുന്നതിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു കോഡ് വരയ്ക്കുക. അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. പൈ ഡയഗ്രത്തിൽ നമ്മൾ സർക്കിളിൻ്റെ സെക്ടർ ഉപയോഗിച്ചിട്ടാണ് ഓരോ വേരിയബിളിനെയും റെപ്രസെൻ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഇവിടെ വേരിയബിളായിട്ട് ഓരോ വർഷത്തെയും സെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ ഈ സെക്ടറിൽ ഈ വേരിയബിൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനായി നമുക്കതിൻ്റെ ആംഗിൾ അറിയണം. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കുന്നതിനായി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഐറ്റം ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 360 എന്നുള്ളതാണ്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഓരോ വേരിയബിളിൻ്റെയും ആംഗിൾ നമുക്ക് കണ്ടെത്താം. 2005-ന് നേരെ വരുന്ന ആംഗിൾ 67.9, 2006-ന് 81.5, 2007-ന് നേരെ വരുന്ന ആംഗിൾ 54.3, 2008-ൻ്റെ ആംഗിൾ 95.09, 2009-ൻ്റെത് 61.1 എന്നിങ്ങനെ നമുക്ക് കിട്ടുന്നു. നമ്മൾ 2005-ൻ്റെ ഡേറ്റ എക്സ്പ്രസ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ബാക്കി ആംഗിളുകൾ ഉപയോഗിച്ചു 2006, 7, 8, 9 എന്നീ ഇയറിലെയും സൂചിപ്പിക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ ഡയഗ്രത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. 2 ടൈപ്പ് ഡയഗ്രത്തെക്കുറിച്ച് പറഞ്ഞു, ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. നെക്സ്റ്റ് നമുക്ക് ഗ്രാഫിനെ കുറിച്ച് മനസ്സിലാക്കാം. ഡേറ്റയുടെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനാണ് ഗ്രാഫ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ടേബിൾ ഫോമിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ
ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫിൻ്റെ രൂപത്തിൽ ചിത്രീകരിക്കുന്നു. കോമൺലി യൂസ് ചെയ്യുന്ന ഗ്രാഫുകൾ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി കർവ്, ഫ്രീക്വൻസി പോളിഗൺ, ഒജീവ്സ്. 2 ടൈപ്പ് ഒജീവ്സ് ആണുള്ളത്, ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും. ഗ്രേറ്റർ ദാൻ ഒജീവിനെ മോർ ദാൻ ഒജീവ് എന്നും പറയുന്നു. ലാസ്റ്റ് സ്കാറ്റർ പ്ലോട്ട്. ഇത്രയുമാണ് സാധാരണ ഉപയോഗിക്കപ്പെടുന്ന ഗ്രാഫുകൾ. ഇതിലാദ്യം നമുക്ക് ഹിസ്റ്റോഗ്രാമിനെ കുറിച്ച് നോക്കാം. വളരെ വ്യാപകമായി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഹിസ്റ്റോഗ്രാം എന്നുള്ളത്. ഇവിടെ നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ പ്രസൻറ്റ് ചെയ്തതുപോലെ ഓരോ ബാർ കൊണ്ടാണ് ഓരോ വേരിയബിൾസിനെ സൂചിപ്പിക്കുന്നത്. ആ ബാറിൻ്റെ ഹൈറ്റ് ഓരോ വേരിയബിളിൻ്റെയും ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് ക്ലാസ് ഇൻ്റർവെലിനും ഈക്വൽ ആയിരിക്കും. ഹിസ്റ്റോഗ്രാമിൽ ഈ ബാറുകളെല്ലാം തന്നെ ചേർന്നിരിക്കും. ഹിസ്റ്റോഗ്രാമിനെ സാധാരണയായി ഒരു കണ്ടിന്യൂസ് കർവ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാം. നെക്സ്റ്റ്, ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെയ്റ്റ് ഓഫ് 60 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് ഗിവൺ. ഡ്രോ ഹിസ്റ്റോഗ്രാം. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ വെയ്റ്റും നമ്പർ ഓഫ് സ്റ്റുഡൻസുമാണ് തന്നിരിക്കുന്നത്. ഇതിനെ ഒരു ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം 2 ആക്സിസ് സെലക്ട് ചെയ്യുന്നു, എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിൽ ക്ലാസ് ഇൻ്റർവെല്ലും വൈ ആക്സിസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും എടുക്കുന്നു. ഇവിടെ ക്ലാസ് വിഡ്ത്ത് 5 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സായ 30 to 35 എന്ന ക്ലാസ്സിൽ വന്നിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3 ആണ്. അപ്പോൾ ഫസ്റ്റ് ബാർ എന്ന് പറയുന്നത് 3ക്ക് ആനുപാതികമായി അതിൻ്റെ ഹൈറ്റ് എത്തണം. നെക്സ്റ്റ് ക്ലാസ് 35 to 40, അതിൻ്റെ ഫ്രീക്വൻസി 5 ആണ്. അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഹൈറ്റ് 5ന് ആനുപാതികമായിരിക്കും. ഹിസ്റ്റോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ബാറുകൾ എല്ലാം തന്നെ സ്പേസ് ഇല്ലാതെ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കും. ഇങ്ങനെ ബാക്കി എല്ലാ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. നെക്സ്റ്റ്, ഫ്രീക്വൻസി പോളിഗൺ. ഹിസ്റ്റോഗ്രാമിൻ്റെ ഓരോ ബാറുകളുടെയും മിഡ് പോയിൻറ്റിനെ ജോയിൻ ചെയ്ത് ലൈൻ സെഗ്മെൻറ്റുകൾ വരച്ചാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ നിർമ്മിക്കുന്നത്. ഈ കർവിൻ്റെ 2 എൻഡും എക്സ് ആക്സിസുമായി ജോയിൻ ചെയ്തിരിക്കണം. ഫ്രീക്വൻസി പോളിഗൺ നിർമ്മിക്കാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് പോയിൻ്റ് എടുത്തും നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ നിർമ്മിക്കാം. ഫ്രീക്വൻസി പോളിഗണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പരിഗണിക്കാം. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെയ്റ്റ് ഓഫ് 60 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് ഗിവൺ ബിലോ. ഡ്രോ ഫ്രീക്വൻസി പോളിഗൺ. നമ്മൾ പറഞ്ഞു ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡ് പോയിൻറ്റിനെ ജോയിൻ ചെയ്ത ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. അതിൻ്റെ 2 എൻഡും എക്സ് ആക്സിസുമായിട്ട് ജോയിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ ഈ ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ് കൺസിഡർ ചെയ്തും നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാവുന്നതാണ്. ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് പോയിൻ്റാണ് ഈ കാണുന്നത്. എക്സ് ആക്സിസിൽ മിഡ് പോയിൻറ്റും വൈ ആക്സിസിൽ ഫ്രീക്വൻസിയും എടുത്ത് നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി പോളിഗൺ നിർമ്മിക്കാൻ നമ്മൾ ലൈൻ സെഗ്മെൻറ്റുകളാണ് ഉപയോഗിച്ചത്. ഇവിടെ ഒരു കണ്ടിന്യൂസ് കർവായിട്ട് ഫ്രീ ഹാൻഡ് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്ന കർവാണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി കർവ് വരയ്ക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഫ്രീക്വൻസി പോളിഗൺ വരച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫ്രീക്വൻസി പോളിഗൺ ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഫ്രീക്വൻസി കർവ് വരയ്ക്കാനായി ഫ്രീ ഹാൻഡായിട്ട് സ്മൂത്തായിട്ട് ഒരു കർവ് വരച്ചാൽ മതിയാകും. വേറെ വ്യത്യാസം ഒന്നും തന്നെ ഫ്രീക്വൻസി പോളിഗണും കർവും തമ്മിലില്ല. ഇവിടെ സ്മൂത്ത് ലൈൻ ആയിരിക്കും എന്ന് മാത്രം. ഒരു ക്ലാസ്സിൽ ടീച്ചർ ഒരു എക്സാം നടത്തി. 50 മാർക്കിനാണ് എക്സാം നടത്തിയത്. ടീച്ചറിന് 35 മാർക്കിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം അറിയണം. അതിനായി ടീച്ചർ 35 മാർക്കിൽ താഴെയുള്ള കുട്ടികളെ ആഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ നമുക്ക് ഒജീവ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഒജീവ്സ് 2 ടൈപ്പ് ഉണ്ട്. ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവ് അല്ലെങ്കിൽ മോർ ദാൻ ഒജീവ്. ആദ്യം ലെസ് ദാൻ ഒജീവ് കൺസിഡർ ചെയ്യാം. ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ബൗണ്ടിനെ എക്സ് ആക്സിസിലും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയെ വൈ ആക്സിസിലും എടുത്ത് ഗ്രാഫ് വരയ്ക്കുന്നതാണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ലെസ് ദാൻ ഒജീവ് വരയ്ക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യനാണ് അടുത്തത്.
The frequency distribution of mark of 60 students in a class is given below. Draw a less than ogive. മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. യൂസിങ് ദിസ് ഒജീവ് ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് ഹാവ് മാർക്ക് ലെസ് ദാൻ 16. ഈ ലെസ് ദാൻ ഒജീവ് ഉപയോഗിച്ച് 16 മാർക്കിൽ കുറവുള്ള കുട്ടികളുടെ എണ്ണം കണ്ടെത്തുക. ലെസ് ദാൻ ഒജീവ് വരയ്ക്കുന്നതിനായി നമ്മൾ എക്സ് ആക്സിസിൽ അപ്പർ ബൗണ്ടും വൈ ആക്സിസിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എടുക്കുന്നത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഫ്രീക്വൻസി അതുപോലെ എഴുതുന്നു. നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതിനായി ആ ഫ്രീക്വൻസിയോട് തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്നതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇങ്ങനെ അപ്പർ ബൗണ്ടും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉപയോഗിച്ച് നമുക്ക് ലെസ് ദാൻ ഒജീവ് വരയ്ക്കാം. ഈ ഒജീവ്സ് ഉപയോഗിച്ച് 16ൽ കുറവ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനായി എക്സ് ആക്സിസിൽ 16 എന്ന വാല്യൂവിന് വെർട്ടിക്കലായിട്ട് ഒജീവ്സിലോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. എവിടെയാണോ ആ ലൈൻ ഒജീവ്സിനെ കട്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്നും വൈ ആക്സിസിലോട്ട് ഹൊറിസോണ്ടലായിട്ട് ലൈൻ വരയ്ക്കുന്നു. ആ ഹൊറിസോണ്ടൽ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന ആ വാല്യൂ ആയിരിക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അത് 22 എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ ഒജീവ് അല്ലെങ്കിൽ മോർ ദാൻ ഒജീവ് എന്ന് പറയാം. ഗ്രേറ്റർ ദാൻ ഒജീവിൽ എക്സ് ആക്സിസിൽ ക്ലാസിൻ്റെ ലോവർ ബൗണ്ടും വൈ ആക്സിസിൽ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും എടുക്കുന്നു. അപ്പോൾ ലഭിക്കുന്ന ഗ്രാഫിനെയാണ് മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ഒജീവ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് ഓഫ് 60 സ്റ്റുഡൻസ്. ലെസ് ദാൻ ഒജീവ് വരച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് മോർ ദാൻ ഒജീവ് വരയ്ക്കാനായിട്ടും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ഒജീവ് ഉപയോഗിച്ച് എത്ര കുട്ടികൾക്ക് 22ൽ കൂടുതൽ മാർക്ക് കിട്ടി എന്നുകൂടി നിങ്ങൾ കണ്ടുപിടിക്കണം. ഗ്രേറ്റർ ദാൻ ഒജീവ് വരയ്ക്കുന്നതിനായി നമ്മൾ എക്സ് ആക്സിസിൽ ലോവർ ബൗണ്ടും വൈ ആക്സിസിൽ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുന്നു. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. അതിനുശേഷം ഓരോ ഫ്രീക്വൻസി ആയിട്ട് 1/1 മൈനസ് ചെയ്ത് പോകുന്നു. അപ്പോൾ കിട്ടുന്നതാണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇവിടെ നിങ്ങളോട് 22ൽ കൂടുതൽ മാർക്കുള്ള കുട്ടികളുടെ എണ്ണവും കൂടി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ആക്സിസിൽ 22 എന്ന വാല്യൂവിന് വെർട്ടിക്കലായിട്ട് മോർ ദാൻ ഒജീവ്സിലോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ എവിടെയാണോ ഒജീവ്സിനെ കട്ട് ചെയ്യുന്നത് അവിടെ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വൈ ആക്സിസിലോട്ട് വരയ്ക്കുന്നു. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ആ ലൈൻ വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്നത് 17ലാണ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഹാവ് മാർക്ക് മോർ ദാൻ 22 ഈസ് 17. ലാസ്റ്റ് സ്കാറ്റർ പ്ലോട്ടാണ്. സ്കാറ്റർ പ്ലോട്ട് ബൈവേരിയറ്റ് ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്കാറ്റർ പ്ലോട്ട് അല്ലെങ്കിൽ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വേരിയബിളിനെ എക്സ് ആക്സിസിലും മറ്റൊരു വേരിയബിളിനെ വൈ ആക്സിസിലും എടുക്കുന്നു. ഓരോ പെയറിനെയും ഒരു സിംഗിൾ പോയിൻ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. സ്കാറ്റർ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A driver keeps a record of the distance travelled and the amount of fuel in his tank. Draw a scatter plot. ഇതുപയോഗിച്ച് സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കുക. ഇതിനായി എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യുന്നു. എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസും വൈ ആക്സിസിൽ ഫ്യൂവലും നമുക്കെടുക്കാം. എന്നിട്ട് ഈ ഓരോ പെയറിനെയും ഓരോ പോയിൻറ്റ്സായിട്ട് കൺസിഡർ ചെയ്ത് മാർക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കാം. അടുത്തതായി ഡയഗ്രാംസും ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഡയഗ്രാം ഇറ്റ് ഈസ് മോർ അട്രാക്റ്റീവ് ടു ഐ ബട്ട് ഗ്രാഫ് ഈസ് ലെസ് അട്രാക്റ്റീവ്. ഡയഗ്രാം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ കോർഡിനേറ്റ് സിസ്റ്റം. കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതല്ല ഡയഗ്രാം എന്ന് പറയുന്നത്. പക്ഷേ ഗ്രാഫ് ഈസ് ബേസ്ഡ് ഓൺ ദ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഡയഗ്രാം does not represent any mathematical relationship between variables. ഇവിടെ വേരിയബിൾസിന് തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഗ്രാഫിൽ
മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് സോ ഹെൽപ്ഫുൾ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഡയഗ്രം ഈസ് നോട്ട് സോ ഹെൽപ്ഫുൾ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡയഗ്രത്തിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ വലിയ പ്രാധാന്യമില്ല. ബട്ട് ഗ്രാഫ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡയഗ്രത്തിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഡയഗ്രത്തിൻ്റെ 2 ഡിവിഷൻ മനസ്സിലാക്കി, ബാർ ഡയഗ്രം, പൈ ഡയഗ്രം എന്നിങ്ങനെ. അതിനുശേഷം ബാർ ഡയഗ്രത്തിൻ്റെ 4 ഡിവിഷൻസിനെ കുറിച്ചും പറഞ്ഞു. സിമ്പിൾ ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം, അതിന് മറ്റൊരു പേരിലും അറിയപ്പെടുന്നു എന്ന് പറഞ്ഞിരുന്നു, അതാണ് കമ്പോണൻറ്റ് ബാർ ഡയഗ്രം. പിന്നെ പെർസെൻറ്റേജ് ബാർ ഡയഗ്രത്തിനെ കുറിച്ചും പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പൈ ഡയഗ്രം എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ഡയഗ്രമാണ്. പൈ ഡയഗ്രവും വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പല ടൈപ്പ് ഗ്രാഫിനെ കുറിച്ചും അത് വരയ്ക്കേണ്ട രീതികളെക്കുറിച്ചും മനസ്സിലാക്കി. ഇതുവരെ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി.